അന്ധരാണ്. കാണാൻ കണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാണേണ്ടത് കാണുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാണേണ്ടത് കാണുന്നില്ലെങ്കിൽ കാഴ്ചയുള്ള കണ്ണുള്ളതും ഇല്ലാത്തതും ഒരേപോലെയല്ലേ? അപ്പം നമ്മുടെ വികസിത സ്വരൂപം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഹരിനാമ കീർത്തനത്തില് എഴുത്തച്ഛൻ പാടിയത് ഇതാണ്: ആനന്ദ ചിന്മയാ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, ഇഹ തോന്നുന്നതാകിൽ അഖിലവും ഞാനെന്ന വഴി തോന്നാകണം. ഇത് മുഴുവൻ ഞാനാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കും നിങ്ങൾക്കും നമ്മുടെ വികസിത രൂപം കാണാൻ പറ്റുന്നില്ല. അപ്പൊ ധൃതരാഷ്ട്രർ എന്ന് പറയുന്നത് ആരാ? നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ശ്ലോകം ഞാനും നിങ്ങളും പറയുന്നതായിരിക്കും. അങ്ങനെ ശരിയാവുള്ളൂ ലോജിക്കലായിട്ട്. അപ്പൊ ഇനി പറയാൻ പോകുന്ന ശ്ലോകത്തില് നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത് വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ധൃതരാഷ്ട്രരാണ് ഞാൻ നിങ്ങളൊന്ന് ഉറപ്പിച്ചു. കാരണം എന്താണെന്ന് വെച്ചാല് വികസിത ബോധ സ്വരൂപനാണ്. വികസിത ബോധ സ്വരൂപനായ ധൃതരാഷ്ട്രർക്ക് ജന്മനാ അന്ധത്വമാണ്. താൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. നമ്മളും അങ്ങനെ തന്നെ. അപ്പൊ അന്ധത്വത്തിന് കാരണം എന്താണെന്നാണ് ഇനി വെളിപ്പെടാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ശ്ലോകം ധൃതരാഷ്ട്ര ഉവാച. ധൃതരാഷ്ട്രർ പറഞ്ഞു. ഒറ്റ ശ്ലോകമേ ഉള്ളൂ ഇദ്ദേഹം. ഇത് പിന്നെ സീനിൽ വരുന്നേ ഇല്ല. ഇടയ്ക്ക് സഞ്ജയനും മറ്റുമൊക്കെ മഹാർഷഭ എന്നൊക്കെ മഹാരാജ എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ടെന്ന്. അല്ലെ നമുക്കറിയില്ല. ഒറ്റ ശ്ലോകത്തിൽ വന്ന് പറയുകയാണ്. ആദ്യത്തെ ശ്ലോകം: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സർവക്ഷത്ര സമാഗമേ. പ്രചാരത്തിലുള്ള ഗീതയെന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടാകും കാശ്മീര പാഠത്തിന്. മാമകാ പാണ്ഡവാശ്ചൈവ കിം അപൂർവത സഞ്ചയ. അപൂർവത എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. അപൂർവത അനദ്യതന ഭൂതകാലമാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ. ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തില് സമവേതായുത്സവ എന്നാണ് പ്രചാരത്തിലുള്ള പാഠം. സർവക്ഷത്ര സമാഗമേ എന്നുള്ളതാണ്. എല്ലാ ക്ഷത്രിയരും ആഗതരായിരിക്കുകയാണ്. കുരുക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമാണ്. ആ ധർമ്മക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയത്ത് അധാർമികര് പോലും ധാർമ്മികരായി തീരും. നമ്മള് ഒരു വിക്രമാദിത്യന്റെ കഥ കേട്ടിട്ടില്ലേ? വിക്രമാദിത്യന്റെ സിംഹാസനത്തിന്റെ മുകളിൽ ഒരു കുട്ടി കയറിയിരുന്നപ്പം കറക്റ്റായിട്ടുള്ള ജഡ്ജ്മെന്റ് ഒക്കെ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബോധം പോകും. അപ്പൊ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. സ്ഥലത്തിന് വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റാനുള്ള ശക്തി സ്ഥലത്തിനുണ്ട്. അതാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ക്ഷേത്രത്തിനകത്തിരിക്കുന്നത് ഒരു കല്ല. അതറിയാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. കല്ലോ മരമോ പഞ്ചലോഹോ ആയിരിക്കും ഈ അമ്പലത്തിനകത്തിരിക്കുക. അതൊരു ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. അതറിയാത്ത ആരാ ഇവിടെ ഉള്ളത്? എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം ഇതിനകത്തിരിക്കുന്നത് കല്ല, അല്ലെങ്കിൽ ഇവിടെ പഞ്ചലോഹാണോ കല്ലാണോ? ദാരു ഒരു മരകഷ്ണമായിരിക്കുന്നു. അതെനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ആ ക്ഷേത്രാങ്കണത്തിലേക്ക് ചെന്ന് അവിടെ നിൽക്കുമ്പം, അല്ലയോ കല്ലിന്റെ രൂപത്തിലിരിക്കുന്ന ചാമുണ്ടേ എന്നെ അനുഗ്രഹിക്കണേ നിന്ന് വരെ നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ ദാരുവിൽ ആരെയാ കാണുന്നത്? അചേതനമായ വസ്തുവിൽ എന്തിനെയാ കാണുന്നത്? ദേവിയാണ് കാണുന്നത്. സചേതനമായ ചൈതന്യത്തെയാണ് കാണുന്നത്. ഇതേ മരക്കുറ്റിയുടെ ഒരു ഭാഗം, ഇതേതോ ഒരു മരത്തിന്റെ ഭാഗമാണ്. ദാരു എന്ന് പറഞ്ഞാൽ പ്ലാവായിരിക്കും. അപ്പൊ പ്ലാവിന്റെ ഏതോ ഒരു പ്ലാവിന്റെ ഭാഗം അതിനകത്തിരിക്കുന്നത്. ആ പ്ലാവിന്റെ വേറൊരു ഭാഗത്തെ ഇറച്ചിക്കടയിൽ ഇറച്ചി അറയ്ക്കാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. നമുക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ അറിയും. അല്ലാണ്ട് ഒരു പ്ലാവ് മുഴുവൻ ശ്രീകോലിനകത്തും കേട്ടാൻ പറ്റില്ല. അപ്പൊ ആ പ്ലാവിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വെട്ടിയെടുത്ത് അതിവിടെ കൊണ്ടുവച്ചു. അതേ പ്ലാവിന്റെ വേറൊരു ഭാഗം അറവുകാരൻ അറവുശാലയിലും കൊണ്ടുവച്ചു. ഇത് നമുക്ക് നന്നായിട്ടറിയാം. നമ്മൾ പൊട്ടന്മാരൊന്നുമല്ല. പക്ഷെ അറവുശാലയിൽ ചെന്ന് നിൽക്കുമ്പോൾ ചാമുണ്ടയുടെ അനിയനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അനിയനല്ലേ? അനിയനോ ചേട്ടനോ ഒക്കെ ആയിരിക്കണമല്ലോ. കാരണം ഇത് അതിന്റെ ഭാഗം തന്നെയല്ലേ? അതേ പ്ലാവിന്റെ ഭാഗമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ അത് ദേവിയാണെങ്കിൽ ഇവിടെ അത് ദേവിയുടെ അനിയനോ സഹോദരനോ അല്ലേ? ഇന്ന് വരെ അറവുശാലയുടെ മുമ്പിൽ ചെന്ന് നിന്ന് നമ്മൾ ആരെങ്കിലും തൊഴുതിട്ടുണ്ടോ? എൻ്റെ ദേവിയുടെ സഹോദരാ വിളിച്ചിട്ടില്ല. ഇവിടെ ഉണ്ട് ബലി, അവിടെ ഉണ്ട് ബലി. നീ ബലി ചോര ഒഴുക്കുന്നത് അവിടെ മാത്രമൊന്നുമല്ല, ചോര ഇവിടെ ഒഴുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉത്സവമില്ലാതെ എന്തിനാ ഒഴുക്കുന്നതെന്നൊക്കെ വരാം. കാരണം ഭാരതീയ സംസ്കൃതിയുടെ വൈവിധ്യം അറിയേണ്ടത് അനിവാര്യമാണ്. അവിടെ ഉണ്ട് ബലി, ഇവിടെയും ഉണ്ട് ബലി. അപ്പൊ അവിടെ സഹോദരൻ തന്നെ ആയിരിക്കണം. അങ്ങനെയാണ് നാളെ മുതൽ അറവുശാലയിൽ ഇവിടെ തൊഴുത് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് അറവുശാല ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് അല്ലയോ എൻ്റെ ദേവിയുടെ സഹോദര എന്ന് വിളിക്കണം. വിളിക്കുകയല്ല, സ്ഥലം ആണത് കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നത്. അറവുശാലയിലിരിക്കുന്ന തടിയെ കാണുമ്പോൾ അത് ദേവിയുടെ സഹോദരനാണെന്ന് ആർക്കും തോന്നുകയില്ല. തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും.
അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലർക്ക് അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചാൽ മതി. ഇനിയും മാനസിക വിദഗ്ധരെടുത്ത് രോഗവിദഗ്ധരെടുത്ത് പോകാൻ മടിയാണെങ്കിൽ ഹോമിയോപ്പതിക്കാരെടുത്ത് പോകാൻ, അവർക്ക് നല്ല മരുന്നുകൾ. അപ്പോൾ അത് 2 ഡോസ് കഴിച്ചാൽ ശരി. അപ്പോൾ അതുകൊണ്ട് ഈ കാഴ്ചപ്പാട് മാറും. അറവുശാലയിൽ പോയി നിൽക്കുമ്പോൾ കാണുന്ന അതേ തടിയുടെ ഒരു ഭാഗം തന്നെയാണ് ചാമുണ്ടിക്കോട്ട ക്ഷേത്രത്തിനകത്തുള്ളത്. പക്ഷെ ആ ക്ഷേത്രാങ്കണത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കാഴ്ചപ്പാടിനെ മാറ്റും. സ്ഥലത്തിന് കാഴ്ചപ്പാടിനെ മാറ്റാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് 6-ാം അധ്യായത്തിൽ ഗീതയിൽ ധ്യാനിക്കാനിരിക്കുന്ന സ്ഥലം അധികം ഉയർന്നതുമാകരുത്, അധികം താഴെയും ആകരുത്, സമതലത്തിൽ വേണം എന്ന് പറയാൻ കാരണം, വല്ലാണ്ട് പൊക്കത്തിലിരുന്നാൽ എന്തു തോന്നും? വരുന്നവരൊക്കെ തന്നെക്കാൾ ചെറുതാണ് എന്ന് തോന്നും. വല്ലാണ്ട് താഴെ ഇരുന്നാൽ വരുന്നവരെല്ലാം തന്നെക്കാൾ മുകളിലാണ് എന്ന് തോന്നും. അപകർഷതാബോധവും ബുദ്ധിമുട്ടുണ്ടാക്കും, ഉത്കർഷതാബോധവും ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ കൃഷ്ണൻ എന്താ പറഞ്ഞത്? സമമായിട്ടുള്ള തലത്തിലിരിക്കണം. അപ്പൊ വരുന്നവരെല്ലാം തനിക്ക് തുല്യരാണ് എന്ന് തോന്നും. അതുകൊണ്ടാണ് ശുചൗദേശേന, വൃത്തിയുള്ള സ്ഥലത്തിരിക്കണം. എന്താ കാരണം? വൃത്തിയല്ലാത്ത സ്ഥലത്തിരുന്നാൽ വൃത്തിയുള്ള ശരീരം, മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ വൃത്തിയുള്ള ശരീരവും മനസ്സും വൃത്തികേടാകും. സ്ഥലത്തിന് മനസ്സിനെ സ്വാധീനിക്കുവാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് ക്ഷേത്രം അതിനൊരു ഉദാഹരണമാണ്. നമ്മൾ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അത് കല്ലും മരവും എന്താ പറയുക മണ്ണോ എന്താണെന്ന് നമുക്കറിയാം. ഇതൊക്കെ അറിയാത്ത പൊട്ടന്മാരൊന്നുമില്ല നമ്മൾ അവിടെ പോയി നിന്നിട്ട് തൊഴാൻ. പക്ഷെ അവിടെ പോയി നിൽക്കുമ്പോൾ ആ അചേതനമായ വസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന സചേതനമായ ചൈതന്യത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അചേതനമായതിൽ സചേതനമായതിനെ ദർശിക്കാൻ സാധിച്ചാൽ പിന്നെ എന്തിലാണ് ചൈതന്യത്തെ ദർശിക്കാൻ സാധിക്കാതെ പോകുന്നത്? അതുകൊണ്ട് ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കേതമാണ്. ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അതാണ്. അവിടെ തുടങ്ങുകയാണ് നമ്മൾ. എന്നിട്ടോ ആ ടോട്ടലി ഇനാനിമേറ്റ് ആയിട്ടുള്ള അചരമായിട്ടുള്ളതിൽ ഏറ്റവും സചേതനമായതിനെ കാണാൻ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ്. എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ അപ്പോൾ പിന്നെ എന്ത് കണ്ടാലും നമുക്ക് എന്തു തോന്നും? ഈശ്വരനാണെന്ന് തോന്നും. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതി, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചന, യാതൊന്നതൊക്കെയും ഹരി നാരായണായണം. അവിടുന്ന് തുടങ്ങുകയാണ്. ക്ഷേത്രം എന്ന പരിമിതമായ സ്ഥലത്തെ വികസിപ്പിച്ച് ഈ പ്രപഞ്ചം മുഴുവനും ക്ഷേത്രമാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന മഹാസങ്കേതമാണ് ക്ഷേത്രം. അതുകൊണ്ട് ക്ഷേത്രം വളരെ മോശമായ സ്ഥലമൊന്നുമല്ല. അപ്പോൾ സ്ഥലത്തിന് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട്. അത് പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. മലമുകളിൽ താമസിക്കുന്നവർക്ക് മനസ്ഥൈര്യം കൂടും, കടൽ തീരത്ത് താമസിക്കുന്നവർക്ക് ചഞ്ചലത കൂടും. ഇതൊക്കെ പഠനം നടന്നിട്ടുള്ളതാണ്. സ്ഥലത്തിന് മനസ്സിനെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആഗ്രഹിക്കുകയാണ് അധാർമികരായിട്ടുള്ള തൻ്റെ മക്കള് ഈ ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ ചെന്ന് നിൽക്കുമ്പോഴെങ്കിലും ധാർമ്മികരാവുന്നുണ്ടോ എന്നാണ്. അധാർമികരെ ധാർമ്മികരാക്കാൻ ശക്തിയുള്ളതാണ് കുരുക്ഷേത്രം. 1000-ഓളം മഹായാഗങ്ങൾ നടന്ന സ്ഥലമാണ് കുരുക്ഷേത്രം. മഹായോഗികൾ തപസ് ചെയ്ത സ്ഥലമാണ് കുരുക്ഷേത്രം. അപ്പം അവിടെ ചെന്ന് നിന്നിട്ട് എൻ്റെ മക്കൾ, അവരെ പറ്റി വേറെ ആർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാലോ, അവർ ധാർമ്മികരാകുന്നുണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷ ഈ ചോദ്യത്തിന്റെ പിന്നിലുണ്ട്. ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രയെ സർവക്ഷത്ര സമാഗമേ, ക്ഷത്രിയർ അവിടെ സമാഗതരായിരിക്കുകയാണ്. എന്തിനാ ഇവര് സമാഗതരായിരിക്കുന്നത്? പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനാണോ? അല്ല. പിന്നെ എന്തിനാ സമാഗതരായിരിക്കുന്നത്? പരസ്പരം ഇല്ലാതാക്കാൻ, കടിച്ച് കീറി കൊല്ലാൻ വേണ്ടിയിട്ട് സർവക്ഷത്രം വരുത്തുന്നവർ, ഒന്നിനെ രണ്ടാക്കുന്നവർ ക്ഷത്രിയർ. അല്ലെങ്കിൽ ക്ഷതത്തിൽ നിന്ന് രക്ഷിക്കുന്നവർ, രണ്ടിനെ ഒന്നാക്കുന്നവർ ക്ഷത്രിയർ. രണ്ടർത്ഥമുണ്ട്. ക്ഷത്രിയൻ എന്നുള്ള വാക്കിന് ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ എന്നൊരർത്ഥമുണ്ട്. ക്ഷതം ഉണ്ടാകുന്നത് 2 എന്നുള്ള അവസ്ഥയിലാണ്. 2 എന്നുള്ള അവസ്ഥയെ ഒന്നാക്കുന്നത്. പണ്ട് കാലത്ത് ബ്രഹ്മവിദ്യ ബ്രാഹ്മണരുടെ കയ്യിലായിരുന്നില്ല, ബ്രഹ്മവിദ്യ ക്ഷത്രിയരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ടാണ് ശ്രീശുക ബ്രഹ്മർഷി റിയലൈസ്ഡ് ആണ് എന്ന സർട്ടിഫിക്കറ്റിൽ ജനക മഹാരാജാവിൻ്റെ ഒപ്പും സീലും വേണ്ടി വന്നത്. ജനക മഹാരാജാവ് ക്ഷത്രിയനാണ്. ജനക മഹാരാജാവ് ഒപ്പും സീലും വെച്ച് കൊടുത്തപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ റിയലൈസേഷൻ അംഗീകരിക്കപ്പെട്ടത്. ക്ഷത്രിയരുടെ കയ്യിലായിരുന്നു ബ്രഹ്മവിദ്യ, ബ്രാഹ്മണരുടെ കയ്യിലായിരുന്നില്ല. ക്ഷത്രവിദ്യയാണ് ബ്രഹ്മവിദ്യ. 2ൽ നിന്ന് ഒന്നാക്കുന്നത് എന്നർത്ഥം. 2 ഭേദത്തെ അഭേദമാക്കുന്നത്. ക്ഷത്രിയൻ ജാതിയായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട്
സർവക്ഷത്ര സമാഗമം. ഇവിടെ ക്ഷത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? കടിച്ചു കയറി തിന്നാൻ വരുന്നവരെ പറഞ്ഞില്ല. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടാക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നവരാ. ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ പോലും അന്യോന്യമില്ലാതെയാക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ചയ. എന്റെ ആൾക്കാരും പാണ്ഡുവിന്റെ ആൾക്കാരും. ഈ പാണ്ഡു ആരാ? പാകിസ്ഥാനിയാണോ? വേറെ ഏതോ നാട്ടിലെ രാജാവാണോ? അല്ല, സ്വന്തം അനിയൻ. സ്വന്തം അനിയന്റെ മക്കള് ആരുടെ മക്കളെ പോലെ ആയിരിക്കണം? തന്റെ മക്കളെ പോലെ ആയിരിക്കണം. തൻ്റേതായിട്ട് കാണേണ്ടവരെ തൻ്റേതല്ലാതെ അപരരായിട്ട് കാണുന്നത് മുതൽ തുടങ്ങുകയാണ് ഈ നാട്ടിലെ എല്ലാ സംഘർഷങ്ങളും. ഗീത അഡ്രസ് ചെയ്യുന്നത് കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്ന ദുര്യോധനാദിക ധാർത്തരാഷ്ട്രന്മാരുടെയും പാണ്ഡവരുടെയും യുദ്ധം മാത്രമല്ല. ഗീത അഡ്രസ് ചെയ്യുന്നത് മാനവരാശിയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധാദികളെയാണ്. എല്ലാ യുദ്ധങ്ങൾക്കും കാരണം എന്താണ്? മാമകാ, എന്റേത്, ഞാൻ, എനിക്കുള്ളത്. പാണ്ഡു ശരിക്കും എൻ്റെ അനിയനാ. പാവം, ചെറുപ്പത്തിലേ മക്കള് തട്ടി അച്ഛൻ പോയതാ. ഈ മക്കളെ മുഴുവൻ പോറ്റി വളർത്തിയത് ആരാ? ധൃതരാഷ്ട്രമില്ല. ഇവർക്ക് മുഴുവൻ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടയാൾ അവരെ കാണുകയാണ് പാണ്ഡുവിന്റെ മക്കള്. ഇവിടെ തുടങ്ങുകയാണ് കലഹം. ഉണ്ണി കുറച്ചുകൂടെ സംസാരിക്കാൻ പറ്റുമോ? കാരണം ഇത് തീരുമില്ല എന്ന് വിചാരിച്ച് നാളെ വരാതിരിക്കരുത്. നാളെ ഇത്രയും നല്ല സമയത്ത്, കാരണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നാളെ നമുക്ക് മെഡിറ്റേഷനിലേക്കും കയറണം. അപ്പോൾ എപ്പോൾ തീരുന്നുള്ളത് ദൈവത്തിന് മാത്രമേ. അപ്പോൾ നമ്മൾ ഉരുളി കമഴ്ത്തിയിട്ടാണ് ഇപ്പം മക്കളുണ്ടാകുന്നത്. അല്ലേ മക്കളുണ്ടാവുകയല്ലേ? ഇപ്പം എല്ലാ അമ്പലങ്ങളിലും പോയി ഉരുളി കമഴ്ത്തിയിട്ടാണ് മക്കളുണ്ടായിരുന്നു. ഉണ്ടായി കഴിയുമ്പോഴാണ് എൻ്റെ പുകില് മനസ്സിലാവുന്നത്. അതുകൊണ്ട് 2 വയസ്സ് മക്കൾക്കാവുമ്പോഴത്തേക്ക് പ്ലേ സ്കൂളിൽ പറഞ്ഞു വിടും. ഉണ്ടാവണം നദിയായ മോഹം കൊണ്ട് ഉരുളി കമഴ്ത്തും. ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ അബോ എന്ന് പറഞ്ഞ് ഇവരെ പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി വിടും. നമ്മുടെ ഒരു വിചിത്ര സ്വഭാവമായി. അങ്ങനെ ഉരുളി കമഴ്ത്താതെ കുട്ടികളുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ നാട്ടിലും മുഴത്തിന് ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളാണ് വികസിച്ചത്ര. പണ്ട് ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ എൻ്റെ ചെറുപ്പത്തിൽ ആകെ ഉള്ളത് എറണാകുളത്ത് പറഞ്ഞ ഒരു ജയലക്ഷ്മി ഡോക്ടറുടെ ഫെർട്ടിലിറ്റി ക്ലിനിക്ക്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നത്. ഇപ്പൊ നാട്ടിലെല്ലായിടത്തും ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുണ്ട്. കുട്ടികൾ നൈവി എന്നൊക്കെ പറഞ്ഞ് പരസ്യം കണ്ടൂടെ? നിങ്ങൾ ദുഃഖമാണോ? ഞങ്ങളുടെ അടുത്ത് വന്നോളൂ. നമ്മളതിന് വികസനം എന്നാണ് പറയണത്. ഞാൻ അതിനെ പ്രത്യുൽപാദന ശേഷി ഇല്ലായ്മ എന്നാണ് പറയണത്. പണ്ട് പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തവർ കുറവായിരുന്നു. അതുകൊണ്ട് എറണാകുളത്ത് ഒറ്റ സ്ഥാപനം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തവരുടെ എണ്ണം കൂടിയപ്പോൾ നാട്ടിൽ മുഴുവൻ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളായി. നമ്മൾ അതിനെ വികസനം നോവന പേരിട്ട് വിളിക്കുകയാണ്. പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തതാണോ വികസനം? ഇതൊക്കെ നമ്മൾ വികസനത്തിന്റെ ഭാഗമായിട്ട് കൂടെ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഉരുളി കമഴ്ത്താതെ കുറ്റങ്ങൾ ഉണ്ടാവുമല്ലേ? അപ്പോൾ അങ്ങനെ ഒന്നുണ്ടായി. 2 വയസ്സായപ്പം അതിനെ പ്ലേ സ്കൂളിൽ വിട്ടു. അപ്പോൾ ഇനി ഒന്നുകൂടെ വേണമെന്ന് ആഗ്രഹിച്ചു. അടുത്ത അമ്പലത്തിൽ പോയി ഉരുളി കമഴ്ത്തി. 2ാമത്തതുണ്ടായി. ഒന്നുണ്ടായപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. തേനെ പാലേ പൊന്നേന്നും പറഞ്ഞ് വളരെ സുഖമായിരുന്നു. അമ്പലത്തിൽ ഉത്സവം വന്നപ്പോൾ അമ്പലത്തിൽ പോയി ഒരു PP വാങ്ങിച്ചു. പണ്ടത്തെ ഒരു PP ഇല്ലേ, ഊതിയ ബലൂൺ വീർക്കും. ബലൂൺ പോകുന്ന സമയത്ത് പീന്ന് ശബ്ദമുണ്ട്. ഇപ്പം അങ്ങനത്തെ PP പിള്ളേർക്ക് കണ്ടാൽ വലിച്ചെറിയും. അപ്പോൾ അവർക്കൊക്കെ ഹൈടെക് സാധനങ്ങളാണ് വേണ്ടത്. പക്ഷെ അതിൻ്റെ ഒരു ചാരുത വേറെ തന്നെയാണ്. നമ്മൾ ആ പ്രായത്തിലുള്ളതുകൊണ്ടായിരിക്കാം, ആ കാലഘട്ടത്തിൽ വന്നതുകൊണ്ടായിരിക്കാം. ഏതായാലും അങ്ങനെ ഒരു PP അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. മകൻ ഊതും, ശബ്ദം കേൾക്കും. അങ്ങനെ ശബ്ദത്തിൻ്റെ സ്വൈര്യക്കേടൊക്കെ, പക്ഷെ എന്നാലും സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. അങ്ങനെ 2ാമത്തെ കുഞ്ഞുണ്ടായി. എൻ്റെ മക്കളല്ലേ, 2ഉം എനിക്ക് ഒരേപോലെയാണ്, ഒന്നാണ്. അതുകൊണ്ട് ഉത്സവത്തിന് പോയപ്പോൾ ഞാൻ ഒരു PP വാങ്ങിച്ചുകൊണ്ട് വന്നു. അന്ന് തുടങ്ങിയ വഴക്ക് ഇന്നും തീർന്നിട്ടില്ല എൻ്റെ വീട്ടിൽ. ഈ 1 കൊണ്ടുവന്നപ്പം മൂത്തവൻ പറഞ്ഞത് എൻ്റേതാണ്, 2ാമത്തെ ആൾ പറഞ്ഞത് എൻ്റേതാണ്. അന്ന് തുടങ്ങിയതാ വീട്ടിലെ സമാധാനക്കേട്. അടുത്ത ഉത്സവത്തിന് ഞാൻ ബുദ്ധിയുള്ളവനായി. അടുത്ത ഉത്സവത്തിന് പോയപ്പോൾ 2 PP വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിൽ ഒരുത്തൻ്റെ PP അവൻ വേഗം പൊട്ടിച്ചു. 2ാമത്തവൻ്റെ PPയുടെ മുകളിൽ അവൻ ക്ലെയിം ഉന്നയിച്ചു. അന്നും വഴക്ക്. ഞാൻ എൻ്റേത്, എനിക്കുള്ളത് എന്ന ചിന്ത വന്ന അന്ന് തുടങ്ങിയ വഴക്ക് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ ലോകത്തുള്ള വഴക്കുകളുടെ മുഴുവൻ കാരണം എന്താണ്? റഷ്യ, യുക്രൈൻ, പാലസ്തീൻ, ഗാസ. പാലസ്തീൻകാരുടെ കുഴപ്പമൊന്നുമില്ല, ഇത് എൻ്റെയും നിങ്ങളുടെയും കൂടെ കുഴപ്പമാണ്. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള മമതായി ഉണർത്തുന്ന സംഘർഷത്തിൻ്റെ ഒരു ബഹിസ്ഫുരണം മാത്രമാണ് യുദ്ധം. ഞാൻ എൻ്റേത്, എനിക്കുള്ളത് എന്ന് ചിന്തിക്കുന്നവർ ഉള്ളിടത്തോളം കാലം ലോകം സംഘർഷഭരിതമായിരിക്കും. സംഘർഷരഹിതമാകണമെങ്കിൽ എന്താ വഴി? മമതാത്യാഗം മാത്രമാണ് വഴി. മമതയുള്ളപ്പോൾ
വിനാശകരമാണ്, മമതാത്യാഗമാണ് രക്ഷാകരം. സീതാദേവിക്ക് സ്വർണ്ണാഭരണങ്ങളോട് വലിയ മമതയായിരുന്നു. അത് തിരിച്ചറിഞ്ഞത് അത്രിപത്നിയായ അനസൂയ. വനവാസക്കാലത്ത് പോയപ്പം അനസൂയ സ്വർണ്ണാഭരണങ്ങളുടെ ഒരു ഷോറൂം തുറന്നു കൊടുത്തു സീതയ്ക്ക്. അപ്പം സീതയ്ക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എക്സൈലിലല്ലേ, അപ്പം ധരിക്കാൻ പാടുണ്ടോ എന്നൊരു ധർമ്മശങ്ക. അപ്പം അനസൂയ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, ധരിക്കാമെന്ന്. ന്യായീകരിക്കാൻ സാധിച്ചാൽ എന്ത് വേണേലും ചെയ്യാമല്ലോ. അങ്ങനെയാണ് സീതാദേവിയുടെ ആഭരണങ്ങൾ കിട്ടുന്നത്. ആ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അത് അനസൂയാദേവി കൊടുക്കുന്നത്. അങ്ങനെ സർവാഭരണ വിഭൂഷിതയായിട്ടാണ് വക്കലധാരിണിയായ സീതാദേവി കാട്ടിൽ വിഹരിച്ചത്. സ്വർണത്തോടുള്ള മമത സീതയ്ക്കുണ്ടായിരുന്നു എന്ന് പിന്നെ നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത്? മായാമാനിനെ കാണുമ്പോൾ. സ്വർണ്ണമാനിനെ കാണുമ്പം അങ്ങനെ ഒരു സാധനം ഉണ്ടാവുകയില്ല എന്ന് ഭർത്താവ് പലവട്ടം പറഞ്ഞു നോക്കി. ഐശ്വര്യ റോയ് ആഭരണങ്ങൾ ഇട്ടാൽ ഉണ്ടാവുന്ന സൗന്ദര്യം എൻ്റെ ഭാര്യയെ നീ ഇട്ടാൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നോക്കി. ഭാര്യമാര് കേൾക്കാറില്ല അന്നും ഇന്നും. അതുകൊണ്ട് ഭർത്താക്കന്മാർ ശ്രീരാമനെ പോലെ നെട്ടോട്ട ഓടുക. അങ്ങനെ നെട്ടോട്ട ഓടിയ ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് മുത്തുസ്വാമി ദീക്ഷിതർ. മറ്റേ മോഹൻലാൽ സിനിമയെ പറഞ്ഞതുപോലെയാണ്, ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അത് ദീക്ഷിതരെ സംബന്ധിച്ചിടത്തോളം വളരെ കറക്റ്റ്. ഒന്നും ഉണ്ടായിരുന്നില്ല, ആകെ പാട്ട് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ ദീക്ഷിത പത്നിക്ക് ഒരു ആഗ്രഹം, സർവാഭരണങ്ങൾ ധരിക്കണം എന്ന്. ദീക്ഷിതരോടെ പോയിട്ട് ആഭരണം ഉണ്ടാക്കാനാ? ദീക്ഷിതർ വിചാരിച്ചാലൊന്നും ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെ ആകെ പറ്റിയ പാട്ട് പാടാനാ. അപ്പൊ അങ്ങനെ ഭാര്യമാർ ആഭരണം ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ഉറപ്പുണ്ടാവുകയല്ല, അഥവാ ഉറങ്ങിയ സ്വപ്നം മാത്രമേ കാണാൻ പറ്റൂ. അപ്പം അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് പെട്ടെന്ന് അദ്ദേഹത്തിന് ദേവിയെ ആരാധിക്കാറില്ല. ആ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈശ്വരാരാധന മാത്രമേ ഉള്ളൂ. ഭാര്യ നടത്തുന്ന തൊന്തരവിനും ഭർത്താവിൻ്റെ കൊള്ളരുതായ്മയ്ക്കും പരിഹാരം ഈശ്വരാരാധന മാത്രമേ ഉള്ളൂ, വേറെ ഒരു ആരാധനയില്ല. അതുകൊണ്ടാണ് ദേവീ മഹാത്മ്യത്തില് 12ാമത്തെ അധ്യായത്തില് ദേവീ മഹാത്മ്യം ചൊല്ലുന്നതിന്റെ ഫലത്തിൽ പറയുന്നത് ദുർവൃത്തശമനം. ദുർവൃത്തന്മാരുടെ വൃത്തത്തെ, ആ വൃത്തിയെ ശമിപ്പിക്കാൻ ദേവിക്ക് കഴിയും. അപ്പൊ ഇദ്ദേഹം പാടി ലളിതാരാഗത്തില് ശ്രീ മഹാലക്ഷ്മി എന്നൊരു കീർത്തനം, അതിമനോഹരമായ ഒരു കീർത്തനം പാടി. അന്ന് രാത്രി മഹാലക്ഷ്മി സർവാഭരണ വിഭൂഷിതയായിട്ട് ദീക്ഷിത പത്നിക്ക് പ്രത്യക്ഷയായി. ദീക്ഷിത പത്നിക്ക് മനസ്സിലായി താൻ ഈ സ്വർണ്ണാഭരണം ധരിച്ചാൽ മഹാലക്ഷ്മിയുടെ അത്ര ഭംഗിയുണ്ടാവില്ല. അന്ന് തീർന്നു ദേവിയുടെ സ്വർണത്തോടുള്ള കമ്പം. പക്ഷെ സീത അങ്ങനെയായിരുന്നില്ല. ഒരു പക്ഷെ രാമൻ പാട്ട് പാടാത്തത് കൊണ്ടായിരിക്കാം. രാമൻ ഒരു പാട്ടൊക്കെ പാടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടന്നെ. പക്ഷെ രാമൻ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. സ്വർണത്തോടുള്ള കമ്പം, സ്വർണ്ണമാനിനോടുള്ള കമ്പമല്ല, മാനിനോടുള്ള കമ്പമല്ല, സ്വർണ്ണമാനിനോടുള്ള കമ്പം, സ്വർണത്തോടുള്ള കമ്പമാണ്. അതെന്തുണ്ടാക്കി? സ്വർണത്തോടുള്ള മമത ദേവിയെ കട്ടുകൊണ്ടുപോകാൻ ഇടയാക്കി. അതുകൊണ്ടാണ് രാവണൻ വന്ന് കട്ടുകൊണ്ട് പോയത്. കട്ടുകൊണ്ട് പോയതിനിടയിൽ ദേവിക്ക് തൻ്റെ മമതയെ തിരിച്ചറിയാൻ സാധിക്കുകയും തൻ്റെ ആഭരണങ്ങൾ മുഴുവൻ ഊരി ഒരു തുണിയിൽ കെട്ടി താഴേക്കിടുകയും ചെയ്തു. ആ മമതാത്യാഗമാണ് പിന്നീട് ദേവിയുടെ രക്ഷയ്ക്ക് കാരണമായത്. അതാണ് പിന്നീട് ഹനുമാൻ സ്വാമി സുഗ്രീവന് കൊടുക്കുന്നതും സുഗ്രീവൻ ശ്രീരാമലക്ഷ്മണന്മാരെ കാണിക്കുന്നതും ശ്രീരാമൻ ലക്ഷ്മണനോട് ചോദിക്കുന്നത് നിന്റെ ജ്യേഷ്ഠത്തിയുടെ മാല ഏതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആകെ കണ്ടിട്ടുള്ളത് പാദങ്ങളിലെ ഈ നൂപുരം മാത്രമാണ്, വേറെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നതുമൊക്കെ. അപ്പം സ്വർണത്തോടുള്ള മമത കിഡ്നാപ്പ് ചെയ്യാൻ ഇടയാക്കി, സ്വർണത്തോടുള്ള മമത ത്യാഗം രക്ഷിക്കാൻ ഇടയാക്കി. അപ്പം മമത വിനാശകരവും മമതാത്യാഗം രക്ഷാകരവുമാണ്. ഈ മമതാത്യാഗം അനായാസകരമായിട്ട് നടത്താനാണ് അമ്പലം വെച്ചിരിക്കുന്നത്. അമ്പലത്തിലെ വഴിപാട് എന്നുള്ളത് കാര്യസാധ്യത്തിനുള്ള വഴിയല്ല ഉദ്ദേശിക്കും. കാര്യം സാധിക്കാൻ ഉപയോഗിക്കുന്ന തെറ്റൊന്നുമില്ലെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ളതല്ല. വഴിപാട് എന്നുള്ളത് തമിഴ് വാക്കാണ്. ശരി, വഴിപാട് എന്നുള്ളതൊരു തമിഴ് വാക്കാണ്. വഴിപാട് എന്നുള്ള വാക്കിന്റെ അർത്ഥം വഴി പോലെ പാടുപെട്ടുണ്ടാക്കിയതിന്റെ ഒരു ഭാഗം ഈശ്വരന് കൊടുക്കുന്നതാണ്. ഞാൻ പ്രയാസപ്പെട്ടുണ്ടാക്കുന്നതിന്റെ ഭാഗം ഞാൻ എൻ്റേത് എനിക്കുള്ളതാണ്. ഞാൻ എൻ്റേത് എനിക്കുള്ളതിൻ്റെ ഒരു ഭാഗത്തെ ഈശ്വരനെ ഞാൻ സമർപ്പിക്കുമ്പോൾ ഈശ്വരൻ ജാജ്വല്യമയനാണ്, അഗ്നിസ്വരൂപനാണ്. അഗ്നിസ്വരൂപമായ ഒന്നിലേക്ക് എന്തെങ്കിലും സമർപ്പിച്ചാൽ അത് അഗ്നിയായി തീരും. അപ്പോൾ ഞാൻ എൻ്റേത് എനിക്കുള്ളതിൻ്റെ ഭാഗം ഈശ്വരാർപ്പണമാകുമ്പോൾ ഞാൻ മരണത്തിന് വിധേയനായ ഞാൻ അമരനായി തീരും. മമതാത്യാഗം രക്ഷാകരവും മമത വിനാശകരവും. എല്ലാ നാശത്തിൻ്റെയും കാരണം ഈ മമക എന്നുള്ള ചിന്തയാണ്. അപ്പൊ ഗീതയുടെ ആദ്യത്തെ അധ്യായത്തിൽ
നമുക്ക് വ്യാസഭഗവാൻ പറഞ്ഞു തരികയാണ്, സകല സംഘർഷങ്ങൾക്കും കാരണം ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന ചിന്തയാണ്. അതിനെ ത്യജിക്കലാണ് രക്ഷാകരം. എങ്ങനെ ത്യജിക്കും? അത് അർജുനന് കൊടുക്കുന്ന ഉപദേശങ്ങളിലൂടെ അനാവരണം ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് മെഡിറ്റേഷനാണ്. ആദ്യത്തെ അധ്യായത്തിൽ ഞാൻ മെഡിറ്റേഷനെ പറ്റിയിട്ടുള്ള സൂചനയുണ്ട്. അപ്പം മാമകാഹ പാണ്ഡവാശൈവ, പാണ്ഡുവിൻ്റെ മക്കൾ തൻ്റെ മക്കളാണ്, അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. എൻ്റേതാണ് ഇതെല്ലാം എന്നിരിക്കെ അത് തിരിച്ചറിയാതെ ഇതിൽ ചിലത് മാത്രം വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും സംഘർഷമുണ്ടാകും. മമത താനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ അത് ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. ഫോഴ്സ്ഫുള്ളി ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അതിനെ മെഡിറ്റേഷൻ ചെയ്യുന്നത് അഭ്യാസേനത് കൗന്ദേയ എന്നൊക്കെ അതിനാ പറയണം. മാമക പാണ്ഡവാശൈവ എന്ന് പറഞ്ഞപ്പം സഞ്ജയൻ തുടങ്ങുകയാണ്. പിന്നെ ഇനി ഇയാളെ കാണുകയില്ല, ധൃതരാഷ്ട്ര സ്റ്റേജിൽ വരുന്നില്ല, ബാക്ക്ഗ്രൗണ്ടിൽ. പിന്നെ പറയുകയാണ് ദൃഷ്ട്വാതു പാണ്ഡവാനീകം. ഈ ദൃഷ്ട്വ പശ്യൈതാം എന്നുള്ള വാക്കുകളൊക്കെ ഗീതയിൽ 1-ാമത്തെ അധ്യായത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളത്. കണ്ടാലും എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തത. പാണ്ഡവന്മാരാൽ രചിക്കപ്പെട്ടിട്ടുള്ള സേനാവ്യൂഹത്തെ കണ്ടിട്ട് ദുര്യോധനൻ ആചാര്യനായ ദ്രോണരുടെ അടുത്തേക്ക് പോവുകയാണ്. പശ്യൈതാം പാണ്ഡുപുത്രാണാം. നേരെ പോയിട്ട് ദ്രോണരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ദ്രോണരാണ് ആചാര്യൻ, ആദ്യത്തെ നായകൻ ദ്രോണരാണ്. ദൃഷ്ട്വാതു പാണ്ഡവാനീകം, കണ്ടിട്ട് പോയിട്ട് ദ്രോണരോട് എന്താ പറയണത്? പശ്യൈതാം പാണ്ഡുപുത്രാണാം. പാണ്ഡുപുത്രന്മാരുടെ മഹത്തായിട്ടുള്ള സേനാവ്യൂഹത്തെ കണ്ടാലും. ആരാ നയിക്കുന്നത് ആ സേനാവ്യൂഹം? ദൃഷ്ടദ്യുമ്നൻ. തവ ശിഷ്യേണ ധീമതാം. കുത്തുവാക്കാത്. ദ്രോണാചാര്യർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യനാണ് ദൃഷ്ടദ്യുമ്നൻ. ദൃഷ്ടദ്യുമ്നൻ എന്തിനാ ജനിച്ചത്? ദ്രോണരെ കൊല്ലാൻ. ഭാരതീയ സംസ്കൃതിയുടെ മറ്റൊരു മഹത്വമാണത്. തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ദൃഷ്ടദ്യുമ്നനെ പാണ്ഡു ഹോമാഗ്നിയിൽ നിന്ന് ജ്വലിപ്പിച്ചത് എന്ന് ദ്രോണർക്കറിയാം. അത് നാട്ടിപ്പാട്ടാ. ആ ദൃഷ്ടദ്യുമ്നനെ വിളിച്ചു വരുത്തി തനിക്കറിയാവുന്ന ആയുധമുറകൾ, ഇതൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം ഉണ്ടാവും. എപ്പോൾ പറഞ്ഞാലും എനിക്കെന്നത്. കാരണം അത്ര മഹത്തരമാണ് ഭാരതീയ സംസ്കൃതി. തന്നെ കൊല്ലാൻ വേണ്ടി ജനിച്ചവനാണെന്നറിഞ്ഞിട്ടും തനിക്കറിയാവുന്ന അറിവുകൾ മുഴുവൻ ദ്രോണര് പകർന്നു കൊടുത്തു. കാരണം എന്താ? ദ്രോണർക്കറിയാൻ മരിക്കാതിരിക്കില്ല. അതുകൊണ്ട് പഠിപ്പിക്കാതിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പം തന്നെ കൊല്ലാൻ ജനിച്ചവന് തന്നെ കൊല്ലാനുള്ള വഴി പറഞ്ഞു കൊടുത്തത് ദ്രോണരാണ്. ഭാരതീയ സംസ്കൃതിയുടെ മഹത്വമാണ്. യോഗ്യനായിട്ടുള്ള ശിഷ്യനാണ് എന്നുണ്ടെങ്കിൽ ആ ശിഷ്യൻ തന്നെ കൊല്ലാൻ വേണ്ടി ജനിച്ചിട്ടുള്ളവനാണെങ്കിൽ പോലും വിദ്യ പകർന്നു കൊടുക്കണം. വിളിച്ചു വരുത്തിയാ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ കുത്തുവാക്ക, അതായത് വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ദ്രുപദപുത്രൻ, ദൃഷ്ടദ്യുമ്നൊന്നും അല്ല പറയണത്, ദ്രുപദപുത്രൻ. ഈ ദ്രുപദൻ എന്നുള്ള വാക്ക് കേട്ടാൽ തന്നെ ദ്രോണർക്ക് കരിയാണ്. ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളാണ്, അത് പറയാനൊന്നും സമയം ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ തവ ശിഷ്യേണ ധീമതാം. ബുദ്ധിയുള്ളവനായ അങ്ങയുടെ ശിഷ്യൻ ആര്? ദ്രുപദപുത്രൻ. എന്തിനുണ്ടായത്? അങ്ങേ കൊല്ലാൻ. അയാളാണ് അവിടെ സേന നായകൻ. ആ സൈന്യത്തെ കണ്ടാലും എന്നിട്ട് ആ സൈന്യത്തെ ഓരോരുത്തരെയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓരോരുത്തരെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്ന സമയത്ത് ഇദ്ദേഹത്തെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആരെ? ശല്യു ശിഖണ്ഡിയെ അധിരഥനായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് 10,000 യോദ്ധാക്കളെ ഒരു ഒറ്റയ്ക്ക് നിന്ന് നേരിടാൻ പറ്റുകയും ശാസ്ത്രങ്ങൾ അറിയാവും. ശസ്ത്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ വെച്ച് പ്രയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങളും, അസ്ത്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ട് പ്രയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങളും. അതാണ് ശസ്ത്രാസ്ത്രം. ശസ്ത്രാസ്ത്ര പ്രയോഗത്തിന്റെ ശാസ്ത്രം അറിയാവുന്നയാളും 10,000 യോദ്ധാക്കളെ മഹാരഥൻ ഒരുമിച്ച് നേരിടാൻ പറ്റുന്നയാളുമാണ് മഹാരഥൻ. ശിഖണ്ഡിയെ ട്രാൻസ്ജെൻഡറാണ്, മഹാരഥനായിട്ട് വിശേഷിപ്പിക്കുകയാണ് ഭാരതീയ സംസ്കൃതി. ഈ ഭാരതീയ സംസ്കൃതിക്ക് ട്രാൻസ്ജെൻഡേഴ്സിനോട് യാതൊരു വൈമുഖ്യവും ഇല്ല. അത് ആധുനികരുടെ സംഭാവനയൊന്നുമല്ല, അത് മോഡേൺ ക്വാളിറ്റി ഒന്നുമല്ല. ഇവിടുത്തെ മഹർഷീശ്വരന്മാർ, കഴിവുള്ളവർ
ഏത് ജെൻഡറിൽപ്പെട്ടിട്ടുള്ളവരാണെങ്കിലും അവരെ അംഗീകരിക്കുന്നതിന് സർവാത്മനാ മനസ്സ് കാണിച്ചവരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്നാണ് ശിഖണ്ഡിയെ മഹാരഥൻ ആയിട്ട് അവതരിപ്പിച്ചത്. ഒരു സാധാരണ യോദ്ധാവായിട്ട് അവതരിപ്പിച്ചാൽ മതിയായിരുന്നു. വ്യാസനോട് ആരും ചോദിക്കുകയൊന്നുമില്ല. ഇന്നത്തെ കാലത്തെ ആൾക്കാർ ചോദിക്കും. വെന്റി ഡോണർഗറും കോസംബിയും ഇവിടുത്തെ മഹാപണ്ഡിതന്മാരും ഒക്കെ പോയി ചോദിക്കും. പണ്ട് കാലത്ത് ആരും ചോദിക്കുകയൊന്നുമില്ല, വ്യാസ അങ്ങനെന്താ ശിഖണ്ഡിയെ ഇങ്ങനെ അവതരിപ്പിച്ചതെന്ന്. പക്ഷെ ശിഖണ്ഡിയിലുള്ള മഹത്വത്തെ ശരീരം എന്താണെന്നുള്ളതല്ല, ജെൻഡർ എന്താണെന്നുള്ളതല്ല, കഴിവുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഭാരതം ട്രാൻസ്ജെൻഡേഴ്സിനെ, സ്ത്രീകളെയും അതേപോലെ തന്നെയാണ്. മഹാഭാരതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ കഥാപാത്രങ്ങൾ ആരാ? ഭാരതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ കഥാപാത്രങ്ങൾ സ്ത്രീ കഥാപാത്രങ്ങളാണ്. ഗാന്ധാരി, കുന്തി, പാഞ്ചാലി. ഈ കഥാപാത്രങ്ങളോടും ഉജ്ജ്വലതയുള്ള ഒരു കഥാപാത്രം മഹാഭാരതത്തിൽ ആരാ ഉള്ളത്? മഹാഭാരതത്തിന് മുഴുവൻ, യുദ്ധത്തിന് മുഴുവൻ കാരണക്കാരി ആരാ? ഗാന്ധാരിയുടെ ചിരിയാണ്. ദ്രൗപദിയുടെ ചിരിയാണ്. പാണ്ഡവരെ രക്ഷിച്ചതാരാ? ഗാന്ധാരിയാണ്. ഗാന്ധാരി രാജസദസ്സിലേക്ക് കയറി വന്നതുകൊണ്ടാണ് പാണ്ഡവന്മാരെ രക്ഷപ്പെട്ടത്. അല്ലെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വന്നേനെ. ഒരു പെണ്ണ് കാരണമാണ്. അപ്പൊ സ്ത്രീകളുടെ കരുത്തിനെ കുറിച്ച് അറിയാവുന്ന മഹാമനീഷികളായിരുന്നു ഭാരതീയർ. ഇതൊക്കെ അറിയാതെ നമ്മൾ വെറുതെ സ്ത്രീകൾക്ക് അന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ദ്രൗപദി ദേവി സ്വന്തം ഇഷ്ടപ്രകാരമാണ് മുടി അഴിച്ചിട്ടത്. അല്ലാതെ ജോത്സ്യനെ വിളിച്ചു വരുത്തി ഞാൻ മുടി അഴിച്ചിട്ടാ കുഴപ്പമുണ്ടാകുമെന്ന് ചോദിച്ച് പ്രശ്നം വെച്ചിട്ടൊന്നുമല്ല മുടി അഴിച്ചിട്ടത്. ദുശാസനൻ പിടിച്ചു വലിച്ചുലച്ച മുടി ഇനി ഞാൻ കെട്ടണമെന്നുണ്ടെങ്കിൽ അവന്റെ രക്തം കൊണ്ട് കഴുകിയാലേ കെട്ടുകയുള്ളൂ എന്ന് പറയുവാൻ സാധിക്കുമായിരുന്നു ഈ നാട്ടിലെ നാരീമണികൾക്ക്. അവർക്ക് എന്ത് സ്വാതന്ത്ര്യമില്ലായിരുന്നു എന്നാണ് നിങ്ങൾ പറയണത്? എന്ത് സ്വാതന്ത്ര്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്? കുലസ്ത്രീകൾ മുടി കെട്ടിവെക്കാതിരിക്കാൻ പാടില്ല. അതാണ് ശ്രൗത നിയമം. കെട്ടിവെക്കണം. കുലസ്ത്രീകൾ മുടി കെട്ടിവെക്കണം. മുടി അഴിച്ചിടാൻ പാടില്ല. മുടി അഴിച്ചിടാൻ പാടില്ല എന്നുള്ള സ്മാർത്ത നിയമം നിലനിൽക്കുന്ന നാട്ടിലാണ് ഇനി അവന്റെ ചോര കൊണ്ട്, വെള്ളം കൊണ്ടല്ല, ചോര കൊണ്ട് കഴുകിയാലേ ഞാൻ എൻ്റെ മുടി കെട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ നാരീമണിയുടെ നാടാണ് ഭാരതം. ഇവിടെ സ്ത്രീകൾക്കൊന്നും ഒരു പതിത്വം ഉണ്ടായിട്ടില്ല. സ്ത്രീയെ ഉപഭോഗ വസ്തുവായിട്ട് കാണാൻ തുടങ്ങിയത് സെമിറ്റിക് മതങ്ങൾ ഭാരതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. സെമിറ്റിക് മതങ്ങളിലാണ് സ്ത്രീ ഉപഭോഗ വസ്തുവായിട്ടുള്ളത്. ഭാരതീയ സംസ്കൃതിയിൽ അങ്ങനെയല്ല. സ്ത്രീയെ സമസ്ത സകലാ ജഗത്സു 5-ാം നൂറ്റാണ്ടിൽ എഴുതിയ ദേവി മഹാത്മ്യത്തിലാണ് പറയുന്നത് സ്ത്രീ ദേവിയാണ്. അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്. പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കലും ഒതുക്കലും ഒക്കെ ഉണ്ടാവും. സ്ത്രീകളെ പുരുഷന്മാർ സർവ്വതാ ഒതുക്കി നിർത്തിയതാണോ? സ്ത്രീകൾ പുരുഷന്മാരെ ഒന്നും ഈ നാട്ടിൽ ഒതുക്കി നിർത്തിയിട്ടില്ലേ? നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഒന്ന് പോയാൽ കാണാം സ്ത്രീയുടെ ഒരു പവർ. ഇവിടെ ആരും സ്ത്രീകളെ ഒന്നും ചെയ്തിട്ടില്ല. ഈ മുഴുവൻ കൊള്ളരുതായ്മകൾ സ്ത്രീക്കെതിരെ വന്നത് ഈ സെമിറ്റിക് മതങ്ങൾ വന്നതിന് ശേഷമാണ്. ഇവിടെ സ്ത്രീ അനിവാര്യമായിരുന്നു, ശക്തിയായിരുന്നു സ്ത്രീ. അപ്പം ശരീരം നോക്കിയിട്ടല്ല ഇവിടെ മാനിച്ചിരുന്നത്, കഴിവ് നോക്കിയിട്ടാണ്. അതുകൊണ്ട് ശിഖണ്ഡിയെ മഹാരഥനായിട്ടാണ് അവതരിപ്പിക്കേണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സിനോട് 2ാം കിട അഭിപ്രായമായിരുന്നു വ്യാസഭഗവാൻ ഉണ്ടായിരുന്നത് എങ്കിൽ ശിഖണ്ഡി എന്ന ട്രാൻസ്ജെൻഡറിനെ എന്തിനാണ് മഹാരഥനായിട്ട് അവതരിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആരും ചോദിക്കില്ലായിരുന്നു. പക്ഷെ ഭാരതം അങ്ങനെയല്ല. ഓരോരുത്തരിലുമുള്ള മൂല്യത്തെ അംഗീകരിക്കുവാൻ കഴിവുള്ളവരായിരുന്നു ഈ നാട്ടിലെ മനീഷികൾ. ഇതൊക്കെ തിരിച്ചറിയാതെ വെറുതെ ഇംഗ്ലീഷിൽ ഏതാണ്ടൊക്കെയോ ആരൊക്കെയോ എഴുതി വെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തു ചാടി പ്രവർത്തിക്കുന്നത് അർത്ഥരഹിതമായിട്ടുള്ളതാണ്. സെമിറ്റിക് മതങ്ങളുടെ വരവോട് കൂടിയിട്ടാണ് സ്ത്രീ ഉപഭോഗ വസ്തുവായത്. വേറെ ഏത് നാട്ടിലാണ് സ്ത്രീക്ക് ഭർത്താവിനെ ചൂസ് ചെയ്യാനുള്ള അധികാരമുള്ളത്? വേറെ ഏത് നാട്ടിലാണ് സ്ത്രീ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഭർത്താവിനെ കെട്ടാൻ വേണ്ടി അമ്പലത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്? ഇതൊന്നും 20-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളല്ല. ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പം അത്രയും തൻ്റെ ഇടമുള്ള സ്ത്രീകളെ ബഹുമാനത്തോട്, സുഭദ്രയെ അവതരിപ്പിക്കുന്നത് വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ്, അല്ലാതെ എടുത്തിയാട്ടക്കാരി എന്നല്ല. രുക്മിണിയെ അവതരിപ്പിക്കുന്നത് വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ്. ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് രുക്മിണി. ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് സുഭദ്ര. ആ സുഭദ്രയ്ക്ക് ജഗന്നാഥപുരിയിലെ ക്ഷേത്രത്തില് സുഭദ്രയും ബലഭദ്രനും ശ്രീകൃഷ്ണ പരമാത്മാവുമാണ്. അപ്പൊ ആ സുഭദ്രയെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ആ എടുത്തിയാട്ടക്കാരി, അഴിഞ്ഞാട്ടക്കാരിയായിട്ടല്ല ഇവരെ കണ്ടിട്ടുള്ളത്, ഇവരെ ദേവിയുടെ അംശമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ നാട്ടുകാരോട്, ഈ നാട്ടുകാർക്ക് കഷ്ടകാലത്തിന്, അതും കൂടെ പറഞ്ഞ് ഇപ്പം ഞാൻ നിർത്തും, ബാക്കി ഞാൻ നാളെ പറയാം.
കഷ്ടകാലത്തിന് സംസ്കാരമില്ലാത്തവരായി തീരാൻ വേണ്ടിയിട്ട് ഈ പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ച സംസ്കൃതം നമ്മൾ ഉപേക്ഷിച്ചു. സംസ്കൃതം പഴയ ഡെഡ് ലാംഗ്വേജ് അതിൻ്റെ പേരിട്ടു. ഗ്രീക്ക് പോലെ ഈ മറ്റേ ലാംഗ്വേജ്, ലോകത്തിലെ പല ലാംഗ്വേജസും ലാറ്റിൻ പോലെ അതൊന്നും ഇപ്പം ജീവിക്കുന്ന ലാംഗ്വേജ് അല്ല. പക്ഷേ ഭാരതത്തിലെ സംസ്കൃതവും വാസ്തവത്തിൽ നിത്യ ജീവിതത്തിൽ ആരും ഉപയോഗിച്ചിരുന്ന ഭാഷയല്ല, അത് ടെക്നിക്കൽ ലാംഗ്വേജ് ആണ്. ആരും വീട്ടിൽ സംസ്കൃതം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കുന്നവരുണ്ട്, അന്നൊന്നും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. വെർണാക്കുലറിൽ തന്നെ ആയിരുന്നിരിക്കണം വീട്ടിൽ സംസാരിച്ചത്. ഭാരതം ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ശാസ്ത്ര ലാംഗ്വേജാണ്. ആ ലാംഗ്വേജ് ഇപ്പം ഫിസിക്സിന്റെ ലാംഗ്വേജ് എന്താ? ഫിസിക്സിന്റെ ലാംഗ്വേജ് മാത്തമാറ്റിക്സ് ആണ്. മാത്സ് പഠിക്കാതെ ഫിസിക്സ് പഠിക്കാൻ പറ്റില്ല. മാത്തമാറ്റിക്സിന്റെ ഫോർമുലകളിലൂടെയാണ് ഫിസിക്സ് തൻ്റെ തത്വങ്ങളെ വെളിപ്പെടുത്തുന്നത്. അതേപോലെ ഭാരതീയ മഹർഷീശ്വരന്മാരുടെ അറിവുകളെ വെളിപ്പെടുത്തുവാൻ അവർ രൂപീകരിച്ചതാണ് സംസ്കൃതം. എന്താ തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരമാലയിലെ സ്വരങ്ങളിലെ ഒരു അക്ഷരമാണ് എന്നുള്ള ശബ്ദം. അത് പ്ലുതമാണ്. 2 അക്ഷരം മാത്ര, ദീർഘമല്ല, ദീർഘം 2 മാത്ര, പ്ലുതം 3 മാത്ര. ദീർഘമില്ല, പ്ലുതമേ ഉള്ളൂ. അതായത് 3 മാത്രമേ ഉള്ളതേ ഉള്ളൂ, 2 മാത്രമുള്ള ഇല്ല. എന്നുള്ള ശബ്ദം ഒരാളും ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്തിനാ? മന്ത്രശാസ്ത്രത്തിൽ നമുക്ക് മന്ത്രശാസ്ത്രത്തിൽ ഈ ശബ്ദം അനിവാര്യമാണ്. അതുകൊണ്ട് മന്ത്രശാസ്ത്രം, അങ്ങനെ ശാസ്ത്ര ശബ്ദമാണ് ഈ ഭാഷ. അപ്പോൾ ഈ സംസ്കാരം ഇല്ലാത്തവരായി തീരാൻ നമ്മൾ സംസ്കൃതം ഉപേക്ഷിച്ചു. പണ്ട് സംസ്കൃതം പഠിച്ചിരുന്നപ്പോഴാണ് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവയൊക്കെ പഠിച്ചിരുന്നത്. ഈ 4 സൂക്തങ്ങൾ സ്വാംശീകരിക്കുന്നതോടുകൂടി ജീവിതം തന്നെയായി. ബാക്കി നിങ്ങൾക്ക് എന്തറിയാമെന്നുള്ളതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് cos² θ + sin² θ = 1 അറിഞ്ഞാലും അറിഞ്ഞില്ലേലും 1 രൂപ 50 പൈസയുടെ സാധനം വാങ്ങിച്ചിട്ട് 1 രൂപ കൊടുത്താൽ തിരിച്ച് 50 പൈസ കിട്ടണം എന്നുള്ള അറിവുണ്ടാവണം. cos² θ ഒന്നും അറിഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എത്ര ഞാനൊക്കെ എന്തോരം പാടുപെട്ട സ്കൂളിൽ ഈ cos², എന്തെങ്കിലും ഇപ്പോഴും ഓർമ്മ, cos² θ + sin² θ = 1. ഒരു പ്രയോജനവും ഇല്ല. ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. ആകെ സിവിൽ എഞ്ചിനീയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുമായിരിക്കാം. ബഹുഭൂരിപക്ഷം ഇത് പഠിച്ച ആരും ഉപയോഗിച്ചിട്ടില്ല. അതായത് ഞാനും നിങ്ങളും ഒക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള അറിവുകളുടെ 95% നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നില്ല. അതായത് ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത കുത്തബ് മിനാറിന്റെ ചരിവ്, ഐഫൽ ടവറിന്റെ ചരിവ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാൻ പോകാത്തൊരു സാധനം. അതിന്റെ ചരിവ് അറിഞ്ഞു വെച്ചിരിക്കുക. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എത്രയോ ഡിഗ്രി ജനറൽ നോളജ് അത് അറിയണം. കുത്തബ് മിനാറിന്റെ പൊക്കം, ഐഫൽ ടവറിന്റെ ചരിവ്, താജ്മഹലിലെ മാർബിളിന്റെ വെയിറ്റ്, ഇതൊക്കെ അറിയുന്നവൻ വിദ്വാനാണ്. അത്രയും ഒരു പ്രയോജനവും ഇല്ലാത്ത കുറേ അറിവുകൾ. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്വാൻ കമ്പ്യൂട്ടറാണ്. എന്തൊക്കെ അറിവ് മൂപ്പർക്കുണ്ട്, അടിച്ചു കൊടുത്താൽ എന്ത് വേണേലും കിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ അറിവുകൾ മുഴുവൻ ആർജിച്ചു വെച്ചു. എന്നിട്ട് അത് അല്ല, ആ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന അറിവുകൾ മുഴുവനും തള്ളിക്കളഞ്ഞു. എന്നിട്ടോ മനോഹരങ്ങളായിട്ടുള്ള കടലാസ് പൂക്കൾ പോലത്തുള്ള റൈം പഠിപ്പിക്കുകയാണ് ചെറുപ്പം മുതൽ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, up above the sky so high like a diamond in the sky. കുളിര് തോന്നുന്നില്ലേ ഇംഗ്ലീഷ് നന്നായിട്ട് കേൾക്കുമ്പോൾ? സംസ്കൃതം കേൾക്കുമ്പോൾ ഒരു അവജ്ഞയാണ്. പക്ഷെ ഇംഗ്ലീഷ് ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, up above the sky so high like a diamond in the sky. എന്തായി പഠിപ്പിച്ചു കൊടുക്കുന്ന മക്കളെ എന്നറിയോ? അല്ലയോ മോനെ മോളെ, അങ്ങ് ആകാശത്തിൽ വിദൂരതയിൽ വജ്രസമാനമായി തിളങ്ങിക്കിടക്കുന്ന നക്ഷത്രങ്ങൾ കണ്ടില്ലേ? അത് കണ്ട് അന്തവും കുന്തവും ഇല്ലാതെ നിന്നോളാൻ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. അത് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ നിനക്ക് കിട്ടാൻ പോകാത്ത സാധനങ്ങൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിന്നോളാൻ. കുറേ കാലം മക്കൾ മാനം നോക്കി വണ്ടറടിച്ച് നിൽക്കുക. അപ്പം മക്കൾക്ക് തോന്നും എന്തെങ്കിലും ഒന്ന് ചെയ്താലോ എന്ന്. സ്വാഭാവികമല്ലേ? അപ്പം അടുത്ത ടൈം ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദ ഹിൽ ടു ഫെച്ച് എ പെയിൽ ഓഫ് വാട്ടർ. Jack fell down and broke his crown and Jim came tumbling after. മക്കളെ ഒരു പണിയും ചെയ്യും. പണ്ട് ജാക്ക് എന്ന് പറഞ്ഞ ഒരുത്തൻ വെള്ളം കോരാൻ പോയി, അവൻ തലയും കുത്തി താഴെ വീണ് തലകുത്തി. ജില്ലെന്ന് അന്ന് ആരെങ്കിലും സഹായിച്ചോട്ടെ, ജില്ലെന്ന് പറഞ്ഞ ഒരുത്തൻ സഹായിക്കാൻ പോയി, അവൻ്റെയും ഗതി തഥൈവ. എന്നാ അച്ഛാ അമ്മ ഞാൻ വെറുതെ ഇരുന്നോട്ടെ? നോ. ഹംപ്റ്റി ഡംപ്റ്റി സാറ്റ് ഓൺ എ വാൾ, ഹംപ്റ്റി ഡംപ്റ്റി ഹാഡ് എ ഗ്രേറ്റ് ഫോൾ. വെറുതെ ഇരുന്നാലും താഴെ വീഴും. ഇനി ഈ മക്കളെങ്ങാനും ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന് പേടിച്ച് അടുത്ത റൈം കൊണ്ട് അവന്റെ സകല സർഗാത്മകതയ്ക്കും ആണിയടിക്കുകയാണ്. ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ, ഫാളിംഗ് ഡൗൺ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഈ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ ശക്തമായ അഭിപ്രായത്തിൽ ഈ വിദ്യാഭ്യാസം കൊണ്ട് ആ ഒരൊറ്റ നേട്ടമേ ഉള്ളൂ. വേറെ ഒരു നേട്ടവും ഇവിടെ ഉണ്ടായിട്ടില്ല. ബന്ധങ്ങളുടെ ഊഷ്മളതകൾ ഇല്ലാണ്ടായി, അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള സ്നേഹങ്ങൾ ഇല്ലാതായി, സൗഹൃദങ്ങൾ ഇല്ലാതായി, അയൽവക്കങ്ങൾ ഇല്ലാതായി. വികസനം വന്നില്ലേ? നമ്മുടെ നാട്ടിൽ മുഴുവൻ വലിയ റോഡല്ലേ ഇപ്പം വികസിക്കുന്നത്. പണ്ട് വിളി കേൾക്കുന്നവരുടെ അടുത്തേക്ക് ഇന്ന് പോകണമെങ്കിൽ 1.5 കിലോമീറ്റർ സഞ്ചരിക്കണം. വിളിച്ചാൽ വിളി കേൾക്കുന്നവരുടെ അടുത്തേക്ക് ചെല്ലാൻ 1.5 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരുന്നതിനെ വികസനമെന്ന് വിവരമുള്ള ആർക്കെങ്കിലും വിളിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ പറയണത് കാസർഗോഡ് താമസിക്കുന്നതിന് 3.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്രന്നാ? വായുഗുളിക വാങ്ങിക്കാനാണോ? ഈ 3.5 മണിക്കൂർ എടുക്കണ്ടല്ലോ. തിരുവനന്തപുരത്തുള്ള എല്ലാ സൗകര്യങ്ങളും കാസർഗോഡ് വന്നാൽ പോരെ? അതല്ലേ വികസനം? വായുഗുളിക വാങ്ങിക്കാൻ ഇവരെന്തിനാ തിരുവനന്തപുരത്ത് പോകുന്നത്? വായുഗുളികയുടെ ഒരു കട അവിടെ തുടങ്ങിയാൽ പോരെ? അയൽപക്കങ്ങളില്ലാതെ. അപ്പം ഈ ഓൺലൈനില്ലേ, ആ ഓൺലൈൻ വികസിപ്പിച്ചാൽ പോരെ? അതിലെ അപേക്ഷിച്ചാൽ പോരെ? എന്തിനാ ഈ നാട്ടിലുള്ള എല്ലാവരും കൂടെ സെക്രട്ടേറിയറ്റിലേക്ക് കയറി പോണേ? എന്ത് അവിടെ പോയാൽ മാത്രം കാര്യം നടക്കുന്നത്? ഇവിടെ നിന്ന് എന്താ നടക്കാത്തത്? നമ്മുടെ നാട്ടിലൊന്നും നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇല്ലാത്തതെന്താ? അതല്ലേ കൊണ്ടുവരേണ്ടത്. എല്ലാവരും RCCയിലേക്ക് പോകാനല്ലല്ലോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഇത് വരുന്നതല്ലേ വികസനം. പൊട്ടന്മാര് നമ്മൾ ഇത് വികസനമാണെന്ന് പറഞ്ഞ് ഓടുക. വിളിച്ചാൽ വിളി കേൾക്കാവുന്നവരെ 1.5 കിലോമീറ്റർ ദൂരത്തിൽ അകറ്റുന്നതിനെ വികസനം എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഫലമാണെന്നാണ് എൻ്റെ വാദം. മറ്റേത് അതിൽ പഠിച്ചിരുന്നു നോക്കി വലിയ വികസനമൊന്നും ഇല്ലെങ്കിലും കാണുമ്പോൾ സ്നേഹം തോന്നും, ഊഷ്മളത ഉണ്ടാവും, സൗഹൃദം ഉണ്ടാവും. നിങ്ങളെ പറ്റിച്ച് നിങ്ങളുടെ കയ്യിലെ പൈസ എങ്ങനെ എൻ്റെ പോക്കറ്റിലാക്കാം എന്ന് ചിന്തിക്കില്ല. ഇപ്പം എല്ലാം അങ്ങനെയാണ്. ആധ്യാത്മികത അടക്കം. ആധ്യാത്മികതയാണെന്ന് വലിയ വിപണന രംഗമാണ് ആധ്യാത്മികത. നിങ്ങൾക്ക് എന്തിലെങ്കിലും ഒന്നിൽ താല്പര്യം ഉണ്ടായിപ്പോയാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മിനിമം ഒരു 2000 രൂപയെങ്കിലും പോകും. ആ താല്പര്യം മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കണമെങ്കിലും കാശ് കൊടുത്തേ പഠിക്കാൻ പറ്റുള്ളൂ. ദേവി മഹാത്മ്യം പഠിക്കണമെങ്കിൽ കാശ് കൊടുക്കണം, സൗന്ദര്യലഹരി പഠിക്കണമെങ്കിൽ കാശ് കൊടുക്കണം, ലളിതാ സഹസ്രനാമം പഠിക്കണമെങ്കിൽ കാശ് കൊടുക്കണം, ഭാഗവതം പഠിക്കണമെങ്കിൽ കാശ് കൊടുക്കണം. കാശ് കൊടുക്കാതെ ആധ്യാത്മികത കിട്ടില്ല. പണ്ട് കാലത്ത് നമ്മുടെ ആഴ്ചവട്ടിലിരുന്ന മഹർഷീശ്വരന്മാര് അർഹതപ്പെട്ടവർക്ക് വെറുതെ പറഞ്ഞു കൊടുത്തിരുന്നതാണ് ഈ ആധ്യാത്മികത എന്ന് നാം മറന്നു പോകുന്നു. അമൂല്യമായിട്ടുള്ളതെല്ലാം പ്രകൃതി സൗജന്യമായിട്ടാണ് തരുന്നത്. അതിന് വിലയിടാറില്ല. വെള്ളം, വെളിച്ചം, വായു, ഇതൊക്കെ സൗജന്യമായിട്ടാണ് പ്രകൃതി തരുന്നത്. അമൂല്യമായത് സൗജന്യമാണ്. പൈസ കൊടുത്ത് കിട്ടുന്നതിന് മനുഷ്യൻ കൽപ്പിക്കുന്ന വില മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പണം കൊടുത്ത് പഠിച്ചാലൊന്നും മോക്ഷം കിട്ടുമൊന്നുമില്ല. ആ പൈസ പോയത് തന്നെ. സൗന്ദര്യലഹരി കാശ് കൊടുത്ത് പഠിച്ചാൽ സൗന്ദര്യലഹരി മനസ്സിലാവില്ല. അത് ഗുരുവിൻ്റെ അടുത്ത് ഗുരു ശുശ്രൂഷ ചെയ്ത് ഇരുന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഭാരതീയ സംസ്കൃതി നമുക്കറിയാതിരിക്കാൻ കാരണം സംസ്കാരമില്ലാത്തവരായി തീരാൻ സംസ്കൃതം ഉപേക്ഷിച്ചു. അന്ന് മുതൽ നമുക്കിത് ഇന്റർപ്രറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നേ കിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഇനി ഈ അടുത്ത 6 ദിവസം പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിക്കുമുള്ള കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കും? ഒരു വഴിയുമില്ല. എന്നെ വിശ്വസിക്കുകയല്ലാതെ ഞാൻ നിങ്ങളെ പറ്റിക്കുകയില്ല. പക്ഷെ എങ്ങനെ ഉറപ്പിക്കും? അതിന് അവരവർ തന്നെ സംസ്കൃതം വരും. നമ്മൾക്ക് കേൾക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനുള്ള പ്രാഥമിക വിവരം ഉണ്ടാവണം. സംസ്കൃതം പഠിക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് സംസ്കൃതം പഠിക്കണം. സ്വയം ചിന്തിക്കാൻ ഉദ്ധരേത് ആത്മാനം നാത്മാനം അവസാദയേത് 6ാമത്തെ അധ്യായം. അവരവരെ തന്നെ ഉദ്ധരിക്കണം. അവരവരെ ബലഹീനമാക്കുന്നതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഇനിയുള്ള 6 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ നാളെ കൊണ്ട് ഇതിൻ്റെ 1ാമത്തെ അധ്യായത്തിൻ്റെ സാരാംശം ഞാൻ തീർക്കേണ്ടതാണ്. മറ്റന്നാൾ മുതൽ 2ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കും. നാളെ മുതൽ മെഡിറ്റേഷൻ തുടങ്ങും നമ്മൾ. നാളെ അപ്പം നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാമം, 2 അക്ഷരം, 3 അക്ഷരം, 4 അക്ഷരം, അതിൽ കൂടുതൽ വേണ്ട. 1 അക്ഷരമുള്ളത് വേണ്ട, 4 അക്ഷരത്തിൽ കൂടുതലുള്ളതും വേണ്ട. അപ്പം 2 അക്ഷരം രാമ രാമ, ദുർഗ ദുർഗ, ദേവി ദേവി. 3 അക്ഷരം 3 അക്ഷരമുള്ള നാമം ഏതാ? പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എന്തോ കൃഷ്ണൻ 2 അക്ഷരമേ ഉള്ളൂ. എന്നുള്ളതിന് അക്ഷരമായിട്ട് കൂട്ടുന്നുള്ളൂ. കൃഷ്ണൻ 2 അക്ഷരം, രാമ 2 അക്ഷരം, നാരായണ 4 അക്ഷരം, ശിവ 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 2 അക്ഷരം, ദുർഗ എന്നുള്ളത് 2 അക്ഷരം. 2 അക്ഷരമുള്ള, 3 അക്ഷരമുള്ള അല്ലെങ്കിൽ 4 അക്ഷരമുള്ള ഒരു നാമം നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇത് പുറത്ത് പറയണ്ട, അത് രഹസ്യമാണ്. അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ആ നാമമാണ് നമ്മൾ മെഡിറ്റേഷൻ ഉപയോഗിക്കുക. ശ്വാസം ഉപയോഗിക്കാം, രൂപം ഉപയോഗിക്കാം. പക്ഷെ ശ്വാസം വളരെ സൂക്ഷ്മമായതുകൊണ്ട് അത് ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. രൂപം വളരെ സ്ഥൂലമായതുകൊണ്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇടയ്ക്കുള്ളത് നാമമാണ്. ആ നാമം ഉപയോഗിച്ചാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഒരു നാമം
സംഘടിപ്പിച്ചു കൊണ്ടുവരണം. അത് പിന്നീട് മാറ്റാം. കുറച്ച് കാലം കഴിഞ്ഞിട്ട് അത് ശരിയാവുന്നില്ലെന്ന് കണ്ടാൽ മാറ്റാം. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന്. അപ്പോൾ ആ നാമം കൊണ്ടുവരണം. നാളെ നമുക്ക് ഒരു സമയം, നാളെ നമുക്ക് 9 ഇത്രയും കുഴപ്പമില്ലല്ലോ. നാളെ നമുക്ക് ധ്യാനത്തിൻ്റെ ഭാഗമാണ് ആദ്യം, അത് കഴിഞ്ഞാൽ ഗീത. ഗീതയിലെ പല ബിംബങ്ങളുണ്ട്. ഗീതയിലെ ആ ബിംബങ്ങളൊന്ന് നോക്കണം. 1-ാമത്തെ അധ്യായത്തിൽ ഗാന്ധീപം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു, ഗാന്ധീപം വിറച്ച് താഴോട്ട് വീഴുന്നു, ഗാന്ധീപം തേരിൽ ഇറക്കി വയ്ക്കുന്നു. ആ ഗാന്ധീപത്തിൻ്റെ താഴ്ചയിൽ അർജുനൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ താഴ്ച നമുക്ക് കാണാൻ സാധിക്കും. 1-ാമത്തെ അധ്യായത്തിലെ ബിംബങ്ങളെ വിശകലനം ചെയ്താൽ ഗീതയുടെ ആന്തരിക തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നാളെ നോക്കിയിട്ട് നമ്മൾ ഗീതയിലേക്ക്. വളരെ മുഴുവൻ തീരില്ല, ഇപ്പം തന്നെ ഞാൻ ഒന്നും ആയിട്ടില്ല, സമയം ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഗീതയിൽ ആദ്യം കർമ്മത്തെ പറ്റിയാണ്, മരണത്തെ പറ്റിയാണ്. അത് നമുക്ക് രസകരമായതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മിക്കവാറും 50-ന് മുകളിലുള്ളവരാണ്, ബഹുഭൂരിപക്ഷം. അതുകൊണ്ട് എല്ലാവർക്കും താല്പര്യമുള്ളൊരു വിഷയമാണ് മരണം. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി എന്താ മരണം, എങ്ങനെയാണത്, അതൊക്കെ നമുക്ക് നാളെ വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.